തണ്ണീർമുക്കം പഞ്ചായത്തിൽ നിരന്തരമായി കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി. 16-ാം വാർഡിലെ മുട്ടത്തിപ്പറമ്പ് പാലത്തിന് സമീപമാണ് സംഭവം. മാലിന്യങ്ങൾ തള്ളാനെത്തുന്നവർ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രാത്രി 1-നും 2-നും ഇടയിലുള്ള സമയങ്ങളിലാണ് വൻതോതിൽ കക്കൂസ് മാലിന്യങ്ങൾ തള്ളാൻ വണ്ടികൾ എത്താറുള്ളത്. ഇവർക്കകമ്പടിയായി പ്രത്യേക എസ്കോർട്ട് വാഹനങ്ങളും ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ സംരക്ഷണ വേലികളും മറ്റും തകർത്താണ് ഇവർ വണ്ടികൾ അടുപ്പിക്കാറുള്ളത്. മാലിന്യം തള്ളി മടങ്ങുന്നതിനിടെയാണ് ഇവർ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് ലൈൻ അടിച്ചു തകർക്കുന്നത്. പൈപ്പ് പൊട്ടുന്നതോടെ ഉണ്ടാകുന്ന ശക്തമായ എയർ പ്രഷർ കാരണം തള്ളുന്ന കക്കൂസ് മാലിന്യങ്ങളും മറ്റ് വേസ്റ്റുകളും കുടിവെള്ള പൈപ്പിലേക്ക് തിരിച്ചടിക്കാനും ഇത് ജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കലരാനും സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു. പലരുടെയും വീട്ടിലെ പാത്രങ്ങളിൽ പിടിക്കുന്ന വെള്ളത്തിൽ ഇപ്പോൾ തന്നെ മാലിന്യത്തിന്റെ അംശം കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പ്രദേശവാസി പറയുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ ഭാഗത്ത് നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം പോലീസും സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. ഈ പ്രദേശത്ത് 3-4 സ്ഥലങ്ങളിൽ CCTV ക്യാമറകൾ നിലവിലുണ്ടെന്നും പോലീസ് വിചാരിച്ചാൽ പ്രതികളെയും വണ്ടികളെയും എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. കുടിവെള്ളം മുട്ടിക്കുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ പഞ്ചായത്തും നിയമപാലകരും ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മുട്ടത്തിപ്പറം പാലത്തിനടുത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. തൊട്ടടുത്ത് 50 മീറ്ററിനടുത്താണ് എൻ്റെ വീട്. തോട്ടറമ്പിൽ തന്നെയാണ്. മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ വാഹനം കൊണ്ട് നിർത്തണം 1 മണിക്ക് ശേഷമാണ്. ഈ റോഡിലിറങ്ങിയ ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി അവിടെ ഭാഗങ്ങളിൽ ഇത് ഇവർക്ക് എസ്കോർട്ട് വാഹനങ്ങളെ കാണാറുണ്ട്. അതുകൂടാതെ ഈ വാർഡിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഇത് സ്ഥിരമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ഇത് സംഭവിച്ചിട്ടുണ്ട്. മുട്ടത്തിപ്പറമ്പ് പാലാണ് ഈ കാണുന്നത്. ഇത് സ്ഥിരം ഇവിടെ ഒരു മാസം ഒരു 4 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം വെച്ചടിക്കുകയാണ്. ആദ്യം ഇവിടെ അടിച്ചിട്ട് ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ട് ഇവിടെ ഇതൊക്കെ പിടിപ്പിച്ച് അങ്ങോട്ട് അടിക്കാതിരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അടിച്ചിപ്പോൾ ജപ്പാൻ വെള്ളമൊക്കെ അടിച്ച് പൊട്ടിച്ച് സ്ഥിരം പൊട്ടിക്കില്ല. ഈ ജപ്പാൻ വെള്ളത്തിൽ അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു 300 വീട്ടുകാരെ കുടിവെള്ളമാണ് മുടങ്ങുന്നത്. കുടിവെള്ളത്തിലൂടെ ഇങ്ങനെ അത് ജപ്പാൻ വെള്ളം നിന്ന് കഴിയുമ്പോൾ ആ എയർ വലിച്ച് ഈ വേസ്റ്റ് എല്ലാം കൂടി കക്കൂസ് മാലിന്യം എല്ലാം കൂടി അടിച്ച് ഈ വെള്ളത്തിൽ കലരിയാണ്. ഞങ്ങൾ പാത്രത്തിലൊക്കെ പിടിക്കുമ്പോൾ പാത്രത്തിൽ കാണാം. ഇത് സ്ഥിരം പരിപാടിയാണ്. ഇത് ഇന്നലെ അടിച്ചതാണ് ഈ ജപ്പാൻ വെള്ളം ഇപ്പോൾ പൊട്ടാൻ കാര്യം. ഇപ്പോൾ ഒരു 300-400 വീട്ടുകാരെ കുടിവെള്ളം മുടങ്ങിയിരിക്കുക. ഇത് സ്ഥിരം പണിയാണ്. ഇത് ആരെങ്കിലും ഇത് പഞ്ചായത്ത് ഇടപെട്ട് അല്ലെങ്കിൽ അത് നിയമപാലകരെ ഇടപെട്ട് ഈ വണ്ടി പിടിക്കാം. ഇവിടെ ഒരു 3-4 സ്ഥലത്ത് ക്യാമറയുണ്ട്. അത് പിടിക്കാനാണ് അവർക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. ഇത് അടിക്കാതിരിക്കും. ഇതിപ്പോൾ ഞങ്ങളുടെയൊക്കെ കുടിവെള്ളമാണ് മുട്ടുന്നത്. അല്ല അയൽവാസികളിൽ അവൻ പറഞ്ഞ കാര്യം തന്നെ എനിക്കും പറയാനുള്ളത്. കാരണം അറിയാം, ഞങ്ങളുടെയൊക്കെ വീടുകളിലെ കുടിവെള്ളം മൊത്തം മുടങ്ങിയാണ്. ഇതിപ്പോൾ ഇവിടെ നിരന്തരമായിട്ട് 3-4 ട്രിപ്പ് കൊണ്ട് അടിക്കൊണ്ട് ഇവിടെ. ഈ കഴിഞ്ഞ ദിവസം പോലീസ് വന്നായിരുന്നു. ഒരു 12 മണി 1 മണി സമയത്തൊക്കെയാണ് ഇവിടെ സ്ഥിരമായിട്ട് കൊണ്ട് അടിക്കുന്നത്. പിടിക്കാനാണ് പുഷ്പം പോലെ പിടിക്കുക.